അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ ഇപ്പോൾ മഴക്കാലമാണ്. എല്ലാ വർഷവും മഴക്കാലത്ത് വർഷക്കാലത്ത് പല മരണ വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. കുട്ടികൾ മരിക്കാറുണ്ട്, അതുപോലെ തന്നെ പ്രായമുള്ള ആളുകളൊക്കെ മരിക്കാറുണ്ട്. ഈ കുട്ടികളുടെ മരണം മിക്കവാറും തോട്ടിൽ വെള്ളം നിറഞ്ഞ വെള്ളക്കെട്ടുകളിൽ വീണിട്ട്, അല്ലെങ്കിൽ തോട്ടിൽ, പുഴയിൽ, അല്ലെങ്കിൽ കുളത്തിൽ, ഇതിലൊക്കെ മുങ്ങിയിട്ടായിരിക്കും മിക്ക മരണങ്ങളും നമ്മൾ അറിയുന്നത്. ഇങ്ങനെ എല്ലാ വർഷവും കുട്ടികൾ മരണപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അപകട മരണങ്ങൾ നടന്നിട്ടും കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് അവധി കൊടുക്കുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അഥവാ കുട്ടികൾക്ക് നമുക്ക് അവധി കിട്ടണം, രക്ഷിതാക്കൾക്ക് അവധി കിട്ടണം. അപ്പോൾ ഈ അവധി വീട്ടിലിരിക്കുന്ന സമയത്ത്, അവധി കിട്ടി വീട്ടിലിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ മക്കളെങ്ങനെ പൂട്ടിയിടാൻ കഴിയില്ല. അവർ പുറത്തു പോകും, കൂട്ടുകാർ ഒരുമിച്ച് പുറത്തു പോകും, ചിലപ്പോൾ കുളത്തിൽ ചാടും, നീന്താൻ അറിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ മുങ്ങി മരിക്കുന്നു, അല്ലെങ്കിൽ തോട്ടിൽ ഒഴുക്കിൽ പൊട്ടിൽ മരണപ്പെടുന്നു. ഇങ്ങനെയൊക്കെ മരണ വാർത്തകൾ വന്നിട്ടും നമ്മുടെ രക്ഷിതാക്കൾക്ക് അവധി വേണം, അധ്യാപകർക്കും അവധി കൊടുക്കണം. അധ്യാപകരുടെ ഉത്തരവാദിത്തം ഇത്രയേ ഉള്ളൂ, അവധിയാണ്, ആരും പുറത്തേക്ക് ഇറങ്ങരുത്, ഇതോടെ തീർന്നു. പക്ഷേ കുട്ടികൾക്ക് ഈ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം, തോടുകളൊക്കെ നിറഞ്ഞു, കുളം നിറഞ്ഞു, അതിൽ ചാടണം, അതിനുവേണ്ടി അവർ പുറത്തു പോകുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. കുട്ടികൾ സ്കൂളിലിരുന്നാൽ ഈ വക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇങ്ങനെയൊക്കെ അപകടങ്ങൾ നടന്നിട്ടും നമുക്ക് അവധി വേണം, ഗവൺമെൻറ്റിന് അവധി കൊടുക്കണം. സത്യത്തിൽ നല്ല മഴക്കാലത്ത് ഒരൊറ്റ ദിവസം അവധി പോലും കൊടുക്കാതെ കുട്ടികൾ അത്രയും സമയം സ്കൂളിൽ ഇരുത്തി കഴിഞ്ഞാൽ ഒരുപാട് അപകട മരണങ്ങൾ, ഇതുപോലെയുള്ള അപകട മരണങ്ങൾ കുറഞ്ഞു കിട്ടും. മറിച്ച് നമ്മൾ നേരെ ചെയ്യുന്നത് ഓപ്പോസിറ്റാണ്, കുട്ടികൾക്ക് അവധി കൊടുക്കുകയാണ്. ഇതുവരെ കുട്ടികൾ മഴക്കാലത്ത് സ്കൂളിലിരുന്നിട്ട് ഒരു അപകടം പറ്റിയിട്ടില്ല. ഈ അപകട മരണങ്ങളും അപകടങ്ങളും മുഴുവനും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവധി കൊടുത്തതുകൊണ്ട് കിട്ടിയ മരണങ്ങളാണ്. വീട്ടിലിരുന്നിട്ടാണ് അവർക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടും കളിക്കാൻ പോയിട്ടൊക്കെ നടക്കുന്ന അപകടങ്ങളാണ് കൂടുതലും. അല്ലാതെ സ്കൂളിൽ പോയത് കൊണ്ടോ, ഇപ്പോൾ നമ്മൾ കുട്ടികൾ, ഇപ്പോൾ ഒരു കാരണം പറയുന്ന കുട്ടികൾ പോകുന്ന സമയത്ത്, സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വിട്ടുവരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ മഴയായിരിക്കും, അപ്പോൾ ബുദ്ധിമുട്ടാണെന്ന്. മിക്ക കുട്ടികളും സ്കൂളിൽ പോകുന്ന ഒരു 90% അല്ലെങ്കിൽ 95% കുട്ടികളും ബസ്സിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള വണ്ടികളിൽ സ്കൂളിൽ പോകാനും കൊണ്ടുപോയാക്കാനും തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വണ്ടികളിലാണ് മിക്ക കുട്ടികളും പോകുന്നത്. ചില സ്കൂളുകൾക്കൊക്കെ 10ഉം 20ഉം ബസ്സുകൾ വരെയുണ്ട്. മുഴുവൻ കുട്ടികളും ബസ്സിലാണ് വരുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ല. സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുന്ന സമയത്തും അപകടം സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല. കാരണം കുട്ടികൾ മുഴുവനും വണ്ടിയിലാണ് പോക്കും വരവും. പിന്നെ ഈ കുറഞ്ഞ ശതമാനം വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് സ്കൂളിനോട് ചാരിയിട്ട് അടുത്ത് വീടുള്ളവരായിരിക്കും. അങ്ങനത്തെ കുട്ടികളായിരിക്കും നടന്ന് സ്കൂളിലേക്ക് പോകുന്നതും വരികയൊക്കെ ചെയ്യുന്നത്. തൊട്ടടുത്ത് സ്കൂളുള്ള അല്ലെങ്കിൽ വീടുള്ള കുട്ടികൾ ഇതുപോലെയുള്ള സ്കൂള് പോക്കും വരവിന് സമയത്ത് ഒരിക്കലും അപകടത്തിൽപ്പെടാൻ സാധ്യതയും ഇല്ല. പിന്നെ എന്തിനാണ് ഈ അവധി കൊടുക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇത് ശരിക്കും ഒരു അനാവശ്യമായ അവധിയാണ്. കുട്ടികളെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ് ഈ അവധി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കാണ് ഈ അവധി കിട്ടിയാൽ വലിയ ആഘോഷം. കുട്ടികൾ അവധി ചോദിച്ച് വാങ്ങാണ്. കലക്ടർമാരുടെ പേജിലൊക്കെ പോയിട്ട് ഈ വർഷം അവധിയില്ലേ, മഴയാണ്, അവധിയില്ലേന്ന്. രക്ഷിതാക്കൾക്ക് സത്യം പറഞ്ഞ ഒരുവിധ രക്ഷിതാക്കൾക്കൊക്കെ അവധി ഇല്ലാതിരിക്കലാണ് അവരുടെ ആവശ്യം. കാരണം എന്നാൽ അത്രയും സമയം കുട്ടികൾ സ്കൂളിൽ പോയിക്കോളും. നമ്മുടെ രക്ഷിതാക്കൾ ചിന്തിക്കുന്നത്, കുട്ടികൾ ചിന്തിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ഏതായിരുന്നാലും ഇതെന്തിനാണ് ഈ അവധി കൊടുക്കുന്നത് എന്ന് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും.